പത്മകുമാർ തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ വഴിവിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. അത് മാത്രമല്ല, പാർട്ടിക്ക് സൂചനകൾ കിട്ടിയോണ്ടാണ് പിന്നീട് പത്മകുമാറിന് വേറെ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതിരുന്നത്. ഇതിന്റെ പുറകിൽ സത്യത്തിൽ ഈ വിഷയം കൊണ്ടെന്ന് ഈ മാധ്യമങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആ പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി വർദ്ധിച്ചിരിക്കുന്നു. കാരണം അവർ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പുറകെ അവരുടെ അന്വേഷണം ഉണ്ടായിരുന്നു, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പത്മകുമാറിനെ എവിടെയും പിന്നെ അക്കോമഡേറ്റ് ചെയ്തില്ല. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പത്മകുമാർ ഭയങ്കര പ്രതിഷേധത്തിലായി. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പുള്ളി കണക്ക് കൂട്ടിയത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കുമെന്ന്. പരസ്യമായിട്ട് പത്മകുമാർ പ്രതിഷേധിച്ചു. എന്നേക്കാൾ ജൂനിയറായ ആൾക്കാരെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു, എന്നെ പരിഗണിച്ചില്ല. പരിഗണിക്കാതിരുന്നതിന്റെ കാരണം ഇതാണേ, കയ്യിലിരിപ്പിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്, പക്ഷെ ഫുൾ എവിഡൻസ് കിട്ടിയില്ല. ഇപ്പൊ ഫുൾ എവിഡൻസ് കിട്ടി. ഇനി എടുത്ത് DC നിർത്ത് പുറത്താക്കും, അത്രയേ ഉള്ളൂ. ഇയാൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ മുൻ MLA പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും മുന്നണിയാണെങ്കിൽ അവർ ആരെയും തലയും മുറക്കി സംരക്ഷിക്കും.